നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഒരു പക്ഷേ ശ്യാമും വർഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിക്രം തെറ്റിദ്ധരിച്ചു കാണൂ. അങ്ങനെ ഉണ്ടായ വിക്രമിന്റെ സ്വഭാവം വെച്ച് അവൻ ശ്യാമിനെ അപായപ്പെടുത്തും. ഒരു പക്ഷെ ശ്യാം, ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് മാർഗം സ്വീകരിച്ചായാലും വർഷയെ രക്ഷപ്പെടുത്തണം. വിക്രം എന്ന ക്രൂരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനാരുടെ സഹായം ഞാൻ ആവശ്യപ്പെടേണ്ടത്? അതെ, ഞാനാ വിളിച്ചിരുന്നേ. പിടിച്ചോളൂ. ക്യാഷ് പേ ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ചേച്ചിയോ? എന്നിവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിനക്ക് സുഖാണോ വർഷേ? ചേച്ചിക്കോ? ദിയമോൾക്ക് എങ്ങനെയുണ്ട്? സുഖാണ് മോളെ. നീ എന്താ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞു പോയിട്ട് നീ എന്താ വീട്ടിൽ വരാത്തെ? അത് ചേച്ചി എന്നും വരണമെന്ന് വിചാരിക്കും, പക്ഷെ ആൾക്ക് വലിയ തിരക്കാ. അധികം താമസിയാതെ ഞങ്ങൾ വരുന്നുണ്ട്. എന്ത് തിരക്ക്? നീ ഒരു കോടീശ്വരന്റെ ഭാര്യയോ അതോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ? ഈ പൊരി വെയിലത്ത് സ്കൂട്ടറിൽ കറങ്ങി നടന്ന് നീ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? അയ്യോ ചേച്ചി, ഇത് ട്രെയിനിങ് പീരീഡാ. പുതിയൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം നേടാനുള്ള ട്രെയിനിങ്. അതിനിടയിൽ ഞാൻ എല്ലാം മാറ്റിവെച്ച് വീട്ടിലേക്ക് വന്നാ ശരിയാവില്ല. എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ചേച്ചി ഇപ്പൊ പോക്കോ? ഇല്ല, പോവില്ല. ഞാൻ നിന്നെയും കൊണ്ടേ പോകുന്നുള്ളൂ. വർഷേ, നമ്മുടെ വീട്ടിലൊരു വിശേഷമുണ്ട്. ഹരിത ഗർഭിണിയാ. അവൾ ഈ വിവരം പറയാൻ നിന്നെ പലതവണ വിളിച്ചതാ. ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞ് അവൾക്ക് പരാതിയുണ്ട്. നീ അവളെ വന്നൊന്ന് കാണണം. മാത്രല്ല, എനിക്ക് നിന്നോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി, ഞാൻ വരാം, പക്ഷെ ഇപ്പൊ പറ്റില്ല. ചേച്ചി, കസ്റ്റമേഴ്സ് വിളിക്കുന്നു, എനിക്ക് പോണം. എനിക്കൊന്നും കേക്കണ്ട. നീ ഇപ്പൊ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നേ പറ്റൂ. സ്വന്തം കുടുംബത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. നീ വണ്ടിയെടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.